ഒരു 11 അതുപോലെ 6 വയസ്സുള്ള 2 കുട്ടികളെയും കൊണ്ടിട്ട് ഒരു രക്ഷിതാവ് വരുണ്ടായി. 2 പേർക്കും കേട്ടപ്പം ഏകദേശം ഒരുപോലത്തെ പ്രശ്നങ്ങളാണ്. 2 പേർക്കും ബുദ്ധിപരമായ കഴിവും കുറവാണ്, അതുപോലെ തന്നെ സാമൂഹിക ഇടപെടലുകൾക്ക് നല്ല പ്രശ്നങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് 2 പേരുടെയും മുഖം ഒരുപോലെയാണ്, 2 പേർക്കും ഒരുപോലത്തെ ക്യാരക്ടറിക്സ് ആണ്. നീണ്ട മുഖം, തെറ്റിയ ചെവികൾ 2 പേർക്കും ഉണ്ടായിരുന്നു. അതുപോലെ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളും അതുപോലെ ബുദ്ധിപരമായ വിഷയങ്ങൾ, അത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയും 2 പേരും കാണിക്കുന്നുണ്ടായിരുന്നു. വിശദമായിട്ട് വീട്ടിലെ കാര്യങ്ങളും മറ്റും ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ കുടുംബത്തിൽ മറ്റൊരാൾക്കും ഇതുപോലത്തെ ഒരവസ്ഥ ഉണ്ടെന്ന്. ജനതികമായ പ്രശ്നം ആവാം എന്ന് ഞാൻ രക്ഷിതാവിനോട് പറഞ്ഞു. അങ്ങനെ ജനറ്റിക് ഇവാലുവേഷന് വിടുകയുണ്ടായി. നോക്കുമ്പം ഫ്രജൈൽ X സിൻഡ്രം. ഫ്രജൈൽ X സിൻഡ്രം സർവ്വസാധാരണമായി ആൺകുട്ടികളിൽ കണ്ടുവരുന്നതാണ്. ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളോ ബുദ്ധിപരമായ പ്രശ്നങ്ങളോ ആയിട്ടാണ് ഫ്രജൈൽ X സിൻഡ്രം ചെറിയ പ്രായത്തിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടാവാം. ചില കുട്ടികൾക്ക് സാമൂഹിക ഇടപെടലുകൾക്ക് നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാം, പഠനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപൂർവം ചില കുട്ടികൾക്ക് ഫിറ്റ്സ്, സീഷേഴ്സ് ഉണ്ടാവാം. മറ്റു ചിലർക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും കാണാറുണ്ട്. പലപ്പോഴും ബുദ്ധിപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓട്ടിസോ ആവുമ്പം നമ്മൾ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയാൽ മാത്രമേ നമുക്ക് ജനറ്റിക് ഡിസോർഡർ ആണെന്ന് കൺഫേം ചെയ്യാൻ കഴിയുള്ളൂ. ഇത്തരത്തിൽ ജനറ്റിക് ഡിസോർഡർ ആണെന്ന് കൺഫേം ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഈ കുട്ടിയുടെ പ്രോഗ്നോസിസ് എന്തായിരിക്കും ഈ കുട്ടിയിൽ സംഭവിക്കാൻ പോകുന്നത് വ്യക്തമാവുകയും അതുവഴി ആ കുട്ടിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും.